പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഡിവൈസിൽ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് മറ്റേതെല്ലാം ഡിവൈസിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ സെർച്ചിൽ വന്നതിന് ശേഷം ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ആ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നിന്ന് റൈറ്റ് ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഏത് അക്കൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മളുടെ ഈ അക്കൗണ്ട് ഏതെല്ലാം മൊബൈലിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ മൊബൈൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ മൊബൈലായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ആ മൊബൈലായിട്ട് കണക്റ്റ് ആയതിനു ശേഷം ആ മൊബൈലിൽ എത്ര % ചാർജ് ഉണ്ട് എന്നുള്ളതും അതിലോട്ട് അത് കണ്ടുപിടിക്കാനുള്ള ഫൈൻഡിങ് മെത്തേഡ് കാര്യങ്ങളും ലൊക്കേഷനുകളെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ലൊക്കേഷൻ ടേൺ ഓഫ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കാത്തത്. ഇനി ആ ഡിവൈസിൽ ലൊക്കേഷൻ എനേബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ വെച്ചുകൊണ്ട് ആ ഡിവൈസ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ കണ്ടെത്തുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ആരെല്ലാമാണ് ഏതെല്ലാം ഡിവൈസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.